ഹായ് എവരിവൺ. ഐ പ്ലസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് പ്രധാനപ്പെട്ട ഇന്ത്യൻ ലോജിക് എന്നുള്ള ഏരിയയിൽ നിന്നുള്ള കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാം. ആദ്യത്തെ ചോദ്യത്തിലേക്ക് ഡയറക്റ്റ് ആയിട്ട് കിടക്കാം. വളരെ പ്രാധാന്യമുള്ള ഏരിയയാണ്. നമ്മൾ കോൺസെപ്റ്റുകൾ പഠിച്ചാൽ പോലും അതിനെ ബേസ് ചെയ്തിട്ടുള്ള തിയററ്റിക്കൽ ആസ്പെക്റ്റുകൾ എല്ലാം കവർ ചെയ്താൽ പോലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കൂടി വർക്ക്ഔട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് പൂർണ്ണമായിട്ടുള്ള രീതിയിൽ ഒരു പരീക്ഷയ്ക്ക് പര്യാപ്തമായിട്ടുള്ള രീതിയിൽ നമ്മൾ പ്രിപ്പയർഡ് ആവുള്ളൂ എന്ന് ഓർക്കുക. When a middle term does not go further than producing a state of mental oscillation between two opposite views, the case is of ഏത് ഫെലസിയാന്നാ ചോദിച്ചേക്കുന്നത്. നമ്മൾ സ്ട്രോമാൻ ഫെലസി, അതുപോലെ തന്നെ ഹേസ്റ്റി ജനറലൈസേഷൻ, പേഴ്സണൽ അറ്റാക്കുകളൊക്കെ കണ്ടിട്ടില്ലേ? അപ്പോ ഇതെല്ലാം വെസ്റ്റേൺ ലോജിക്കിലുള്ള ഫെലസികളാണ്. ഇന്ത്യൻ ലോജിക്കിലെ ഫെലസികളാണ് നമ്മുടെ അസിദ്ധ, പ്രകാരണസമ, സവ്യഭിചാര, വിരുദ്ധ എന്നിങ്ങനെ ഇതിലധികം ഉണ്ട്. കാലാതീതയും ബാധിതയും ഒക്കെ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. ഈ 4 ഓപ്ഷനിൽ മെന്റൽ ഓസിലേഷൻ ഉണ്ടാക്കുന്നത് ഏതാണ്? മെന്റൽ ഓസിലേഷൻ ബിറ്റ്വീൻ ടു ഓപ്പോസിറ്റ് വ്യൂ, രണ്ട് ഓപ്പോസിറ്റ് വ്യൂവിന്റെ ഇടയിൽ സംശയം മാത്രം ഉളവാക്കുന്ന രീതിയിലുള്ള ഫലസേത പ്രകാരണ സമയാണ് ഇവിടെ ഉത്തരം എന്നുള്ള കാര്യം ഓർക്കാം. നമുക്ക് ഓരോ ഓപ്ഷനും എന്താണ് എന്ന് നമുക്ക് നോക്കാം. പ്രകാരണ സമയെ പറ്റി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുകയും ചെയ്യാം. വരുന്ന ചോദ്യങ്ങളിലായിട്ട് ഇതിനെ പറ്റിയൊക്കെ ഉള്ള ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ വരുന്നു. ഫെലേഷ്യസ് മിഡിൽ ടേമിനെ പല രീതിയിൽ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. സവ്യഭിചാര, വിരുദ്ധ, പ്രകാരണ സമ, അതിനെ തന്നെയാണ് സത്പ്രതിപക്ഷ എന്നും വിളിക്കുന്നത്. സാധ്യസമ അല്ലെങ്കിൽ അസിദ്ധ, കാലാതീത, ബാധിത, ഇത്രയും രീതിയിലാണ് നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നത്. ഇവിടെ ഇറ്റ് മീൻസ് എ റീസൺ വിച്ച് ഈസ് സിമിലർ ടു ദ പോയിന്റ് അറ്റ് ഇഷ്യൂ. നമ്മളിപ്പോ പറയാൻ പോകുന്ന ഒരു കാര്യത്തെ പറ്റി, ഒരു പ്രത്യേക ഇഷ്യൂവിനെ പറ്റിയാണ് പറയുന്നത്. പക്ഷെ അതിന് സിമിലർ ആയിട്ടുള്ള മറ്റൊരു ഇഷ്യൂ കൂടി വരും. മിഡിൽ ടേം എന്നിട്ട് എന്താ ചെയ്യുന്നത്? മനസ്സിനൊരു ചാഞ്ചാട്ടം ഉണ്ടാക്കുന്നല്ലാതെ ഒരു കൃത്യമായിട്ടുള്ള റീസണിലേക്ക് എത്തില്ല. പിടികിട്ടിയോ? നമ്മൾ റീസണിങ് കൊണ്ടുവരികയാണ്. റീസണിങ്ങിലെ എററുകളാണ് ഫെലസി എന്നറിയപ്പെടുന്നതെന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പൊ രണ്ട് വിരുദ്ധമായിട്ടുള്ള റീസണുകൾ അതിനിടയിൽ ഓസിലേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് പ്രകാരണ സമ എന്നുള്ള ഫെലസിയാണെന്ന് ഓർക്കുക. നമ്മുടെ വീഡിയോ ക്ലാസ്സുകളിൽ ഇതിന്റെ ഉദാഹരണവും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു പോകുന്നുണ്ട്. ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആയതുകൊണ്ട് ഓരോന്നിന്റെ ഉള്ളിലേക്ക് കടക്കുന്നില്ല, വളരെ നീണ്ടു പോകുന്നുള്ളത് കൊണ്ട്. അടുത്തത്, in an illustration of inference that the sun moves like other moving objects, its position changes. ഇത് എന്ത് അനുമാനയാണ്? പൂർവ്വത്ത് അനുമാനയാണോ, സാമാന്യതോ ദൃഷ്ടയാണോ, ശേഷോത്ത് അനുമാനയാണോ, പക്ഷയാണോ എന്നുള്ളതാണ് ചോദ്യം. നമുക്ക് ഓപ്ഷനെ ഡയറക്റ്റ് ആയിട്ട് എടുത്ത് കളയാം. പിന്നെ ബാക്കി ഏതാ ഉള്ളത്? നമ്മൾ ഇതിന്റെ തന്നെ ചന്ദ്രന്റെ ഉദാഹരണം ക്ലാസ്സിൽ പറയുന്നുണ്ടായിരുന്നു. മൂൺ മൂവ് ചെയ്യുന്നു ലൈക്ക് അതർ ഒബ്ജക്ട്സ്. അപ്പോൾ അതിന്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നത് കൊണ്ടാണ് മൂൺ മൂവ് ചെയ്യുന്നത്. ഇപ്പൊ ഒരു മാൻ ഓടുകയാണ്, ഒരു മനുഷ്യൻ നടക്കുകയാണ്. അപ്പൊ അതിന്റെ പൊസിഷൻ മൂവ് ചെയ്യുന്നോണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? ആ മനുഷ്യൻ നടക്കുകയാണ്, അല്ലെങ്കിൽ അയാൾ ചലിക്കുന്നുണ്ട്, അല്ലേ? അതുപോലെ സൂര്യൻ മറ്റു വസ്തുക്കളെ പോലെ പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നതുകൊണ്ട് മൂവ് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ പറയുക. സാമാന്യതോ ദൃഷ്ടയല്ലേ വരുന്നത്? ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ആൻസർ, സാമാന്യതോ ദൃഷ്ട. എന്താ സാമാന്യതോ ദൃഷ്ട? ദിസ് ഇൻഫറൻസ് ഈസ് ബേസ്ഡ് ഓൺ ദ റിലേഷൻഷിപ്പ് ഓഫ് കോ എക്സിസ്റ്റൻസ് റാദർ ദാൻ ദി നോളജ് ഓഫ് എ കോസൽ റിലേഷൻഷിപ്പ്. കോസ് ആൻഡ് ഇഫക്ട് റിലേഷൻഷിപ്പ് ഇവിടെ ഉണ്ടാവില്ല. പകരം എന്താ ഉണ്ടാവുന്നത്? സിമിലാരിറ്റി, റിലേഷൻഷിപ്പ് ഓഫ് കോ എക്സിസ്റ്റൻസ്. ഒന്നിന്റെ പ്രസൻസ് ഉള്ളത് കൊണ്ട് മറ്റൊന്നിനെ അസ്യൂം ചെയ്യാൻ പറ്റും. ഇവിടെ ജാസ്മിൻ ഫ്ലവർ, അതിന്റെ മണം കൊണ്ട് അവിടെ ജാസ്മിൻ ഫ്ലവർ ഉണ്ട് എന്ന് നമ്മൾ അസ്യൂം ചെയ്യുകയാണെങ്കിൽ അതും സാമാന്യതോ ദൃഷ്ട. ചിലപ്പോൾ ഒരു ചോദ്യമായിട്ട് അടുത്തത് വരാൻ സാധ്യതയുള്ളതായിരിക്കും. സാമാന്യമായി കാണപ്പെടുന്നതുകൊണ്ട് നമ്മൾ പറയുന്നു എന്ന് മലയാളത്തിൽ ഓർക്കാനായിട്ട് ഞാൻ
പറഞ്ഞു വെക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്തതാണ് ഒരു മാച്ച് ദ ഫോളോയിങ് പോലെ. ഏത് മുനിയാണ്, ഏത് സേജ് ആണ് സ്കൂൾസ് ഓഫ് ഫിലോസഫിയുടെ പ്രൊപ്പൗണ്ടേഴ്സ് അല്ലെങ്കിൽ തുടങ്ങി വെച്ചതെന്നുള്ള ചോദ്യം. സാഖ്യ ഫിലോസഫി, ന്യായ, വൈശേഷിക, പൂർവ മീമാംസ. നമുക്ക് ചിലതെങ്കിലും അറിയാമെങ്കിൽ, ഇപ്പം സാഖ്യ കപിലയാണെന്ന് അറിയാമെങ്കിൽ മാത്രം നമുക്ക് ഓപ്ഷൻ സി ആൻസർ ആയിട്ട് കിട്ടും. അല്ലെങ്കിൽ ന്യായ ഗൗതമാണെന്ന് അറിയാമെങ്കിൽ, സേജ് ഗൗതമാണെന്ന് അറിയാമെങ്കിൽ നമുക്ക് രണ്ട് ഓപ്ഷൻ ബിയുടെയും സിയുടെ ഇടയിൽ ഒരു കൺഫ്യൂഷൻ ആവുന്നേ ഉള്ളൂ. അപ്പോ ചില പേരുകളെങ്കിലും നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഉത്തരത്തിലെത്താം. അതാണ് ഈ ടേബിളിന്റെ ഒക്കെ ഒരു പ്രത്യേകത. അതുപോലെ ഡി 4 ആണെന്ന് അറിയാമെങ്കിലും നമുക്ക് ഈ 4 ഓപ്ഷനിൽ നിന്ന് ഒറ്റ ആൻസറിലേക്ക് എത്താം. പിടികിട്ടിയോ? അപ്പൊ ഇത് സാധാരണഗതിയിൽ നമുക്ക് ഈ 4 ഉത്തരങ്ങളും അറിയണ്ട. പൂർവമീമാംസ ജൈമിനി മുനി ആണെന്ന് അറിഞ്ഞാൽ തന്നെ നമുക്ക് ആൻസറിലേക്ക് എത്താം. ആൻസർ നോക്കാം. ഓപ്ഷൻ സി ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം. A3, B1, C2, D4. സാഖ്യ എന്യൂമറേഷനെ പറ്റി പറയുന്നതാണ്. ഇവിടെ എന്താ, സേജ് കപിലയാണ് ഇത് ഡെവലപ്പ് ചെയ്തത് എന്നുള്ള കാര്യം ഓർക്കുക. ന്യായ സ്കൂൾ, ന്യായ ഫിലോസഫി സേജ് ഗൗതമയാണ് ഡെവലപ്പ് ചെയ്തത്. വാലിഡ് റീസണിങ്ങിനെ പറ്റിയും നമ്മൾ ന്യായ ഫിലോസഫിയെ ബേസ് ചെയ്ത ബാക്കി കാര്യങ്ങളൊക്കെ പഠിച്ചത് എന്നുള്ള കാര്യവും ഓർക്കുക. വൈശേഷിക സാൻസ്ക്രിറ്റ് ഫിലോസഫർ ആയിട്ടുള്ള കനാദ കശ്യപ ആണ് തിയറികളൊക്കെ ഡെവലപ്പ് ചെയ്തത്, ആ സ്കൂളിന്റെ ഫൗണ്ടർ എന്നുള്ള കാര്യം ഓർക്കുക. പൂർവമീമാംസ ജൈമിനി മുനിയാണ് ഫൗണ്ടർ ഓഫ് മീമാംസ, പൂർവമീമാംസ സ്കൂൾ ഓഫ് ഇന്ത്യൻ ഫിലോസഫി. ക്ലിയർ ആണല്ലോ? മറ്റ് അഡീഷണൽ പോയിന്റ്സുകൾ കൂടി നൽകിയിട്ടുണ്ട് നിങ്ങൾക്ക് റെഫർ ചെയ്യാനായിട്ട്. അടുത്തതൊരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. രണ്ട് സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ടുണ്ട്. അതിനെ ബേസ് ചെയ്ത് ഏതൊക്കെ സ്റ്റേറ്റ്മെന്റുകൾ ശരിയാണ് തെറ്റാണ് എന്നതാണ് ചോദ്യമായിട്ട് വന്നിരിക്കുന്നത്. എ വ്യാപ്തി ബിറ്റ്വീൻ ടു ടേംസ് ഓഫ് ഈക്വൽ എക്സ്റ്റൻഷൻ ഈസ് കോൾഡ് സമവ്യാപ്തി. അത് അതിന്റെ ഡെഫിനേഷൻ തന്നെ. റിലേഷൻ ബിറ്റ്വീൻ ഫയർ ആൻഡ് സ്മോക്ക് ഈസ് ദാറ്റ് ഓഫ് സമവ്യാപ്തി. ഫയറും സ്മോക്കും തമ്മിൽ സമവ്യാപ്തി ആണോ ഉള്ളത്? ചിന്തിച്ചു നോക്കിയിട്ട് ആൻസർ മനസ്സിൽ ഉറപ്പിക്കുക. എന്നിട്ട് മാത്രം ഉത്തരത്തിലേക്ക് പോകും. സ്റ്റേറ്റ്മെന്റ് 1 ട്രൂ ആണ്, സ്റ്റേറ്റ്മെന്റ് 2 ഫോൾസ് ആണ്. സമവ്യാപ്തിയുടെ ഡെഫിനേഷനാ സ്റ്റേറ്റ്മെന്റ് 1, അത് ശരിയാ. വ്യാപ്തി രണ്ട് രീതിയിലുണ്ട്, സമവ്യാപ്തിയും അസമവ്യാപ്തി അല്ലെങ്കിൽ വിസമവ്യാപ്തി എന്നും പറയും. നിങ്ങൾക്ക് അഡീഷണൽ പോയിന്റുകൾ കൂടി തരാനാണ് ഈ എക്സ്പ്ലനേഷൻ കൂടി ആഡ് ചെയ്തിരിക്കുന്നത്. വ്യാപ്തി ബിറ്റ്വീൻ ടു ടേംസ് ഓഫ് ഈക്വൽ എക്സ്റ്റൻഷൻ ആണ് സമവ്യാപ്തി. നെയ്മബിളും നോവബിളും ഒരു ഉദാഹരണം. പേരിടാൻ പറ്റുന്നതിനൊക്കെ നമുക്ക് അറിയാനും പറ്റും, നമുക്ക് അറിയാൻ പറ്റുന്നതിനൊക്കെ പേരിടാനും പറ്റും. ശരിയല്ലേ? എനിക്കിപ്പോ ഒരു ഇവിടെ AC-യുടെ റിമോട്ട് ഉണ്ട് എന്നറിയാൻ പറ്റും. അപ്പൊ എനിക്കിതിന് പേരിടാം, AC-യുടെ റിമോട്ട് അല്ലെ മണിക്കുട്ടൻ എന്ന് ഞാൻ പേരിട്ടു. അത് പറ്റില്ലേ? ഇനി തിരിച്ച് എനിക്കിതിനെ മണിക്കുട്ടൻ എന്ന് പേരിടാൻ പറ്റണമെങ്കിൽ ഇതിനെ നോവബിൾ ആയിട്ട് എനിക്ക് അറിയാനും പറ്റണ്ടേ? അതാണ് പറയുന്നത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിൽ എന്താ പ്രശ്നം പറ്റിയത്? ഇവിടെ വ്യാപ്തിയും വാപകയും തമ്മിൽ ഒരു കോറിലേഷൻ ഉണ്ടാവണം. തീയും പുകയും തമ്മിലുള്ള പ്രശ്നം എന്താ? സ്മോക്ക് എപ്പോഴും തീയുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാവും. അതുപോലെ ഫയർ എപ്പോഴും തീയുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാവണം. wherever there is smoke there is fire, but wherever there is fire there may not be any smoke. അതാണ് പ്രശ്നം. സമവ്യാപ്തി ആവണമെങ്കിൽ എന്താവണം? പുകയുള്ളിടത്തെല്ലാം തീ ഉണ്ടാവണം. അതുപോലെ എവിടൊക്കെ തീ ഉണ്ടോ അവിടെയൊക്കെ പുകയുണ്ടാവണം. തീയ് പുകയില്ലാതെ ഉണ്ടാവില്ലേ? പെർഫെക്റ്റ് ആയിട്ടുള്ള സ്മോക്ക്ലെസ് ആയിട്ടുള്ള ഫയർ ഉണ്ട് അല്ലെ? ഒരു റെഡ് ഹോട്ട് ആയിട്ടുള്ള അയൺ നമ്മൾ ഈ മെറ്റലുകളൊക്കെ ഉരുക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ തീ ഉണ്ടാവും, പക്ഷെ അതിൽ നിന്ന് പുകയുണ്ടാവില്ല. പിടികിട്ടിയോ? അല്ലെങ്കിൽ നമ്മുടെ മോഡേൺ എറ ഗ്യാസ് സ്റ്റൗകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ഫ്ലെയിം ആണെങ്കിൽ
അതിൽ നിന്ന് പുക ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ടാണ് അത് സമവ്യാപ്തിയാവാത്തത്. അൺഈക്വൽ ആയിട്ടുള്ള എക്സ്റ്റൻഷൻ ഉള്ളതുകൊണ്ടാണെന്നും ഓർക്കുക. അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. ഫിഫ്ത് ക്വസ്റ്റ്യനില് ദി കണ്ടീഷൻ ദാറ്റ് there should be an absence of contradiction in the relation of the object denoted in the combination of words for the sentence to be significant is known as which one of the following? ഒരു സെന്റൻസ്, ഒരു വാക്യം ആവണമെങ്കിൽ അതിന് വേണ്ട പ്രത്യേകതകളൊക്കെ നമ്മൾ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഓർക്കുന്നുണ്ടോ? നമ്മുടെ ക്ലാസ്സിലും പറഞ്ഞിരുന്നതാണ്. ആകാംക്ഷയാണോ, താല്പര്യമാണോ, സന്നിധിയാണോ, യോഗ്യതയാണോ? കോൺട്രഡിക്ഷൻ ഒന്നും ഉണ്ടാവരുത് കോമ്പിനേഷൻ ഓഫ് വേർഡ്സിൽ. അങ്ങനെ ആണെങ്കിലേ അതൊരു സെന്റൻസ് ആവും എന്ന് പറയുന്നത് യോഗ്യതയാണ്. പരസ്പരമുള്ള ചേർച്ച, ഫിറ്റ്നസ് അല്ലെങ്കിൽ കോൺകോർഡ് ഓഫ് വേർഡ്സ് എന്ന് പറയുന്നത്. The words in a sentence should be mutually compatible. They should be fit enough to be combined together. Creative. ആകാംക്ഷ, എക്സ്പെക്ടൻസി ആണ് അടുത്ത ഒരു പ്രത്യേകത. A word by itself may not convey the full meaning. ഒറ്റ വാക്ക് മാത്രമായിട്ട് അർത്ഥം മുഴുവനാക്കില്ല, മറ്റു വാക്കുകൾ കൂടി മീനിങ് കൺവേ ചെയ്യാനായിട്ട് വേണം. ആസക്തി അല്ലെങ്കിൽ സന്നിധി, അതാണ് മൂന്നാമത്തേത്. നിങ്ങൾ ആ പേര് കേട്ടൊന്നും പേടിക്കണ്ട. ഒരുമിച്ച് ഉച്ചരിച്ചാൽ മാത്രമേ സെന്റൻസിന്റെ അർത്ഥം മനസ്സിലാവുള്ളൂ. ഞാനിപ്പോ നിങ്ങളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ പറയുകയാണ്, ഒരുമിച്ച് ഉച്ചരിച്ചാൽ മാത്രമേ വാക്കുകൾ ചേർന്ന് വാക്യങ്ങൾ ആയി മാറുകയുള്ളൂ. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സെന്റൻസിന്റെ അർത്ഥം മനസ്സിലാക്കാൻ എത്രമാത്രം എഫേർട്ട് എടുക്കേണ്ടി വരും. അതാണ് ഈ ആസക്തി അല്ലെ സന്നിധി എന്ന് പറയുന്നത്. ഒരു സെന്റൻസ് ആവണമെങ്കിൽ ഈ ഫീച്ചറുകളൊക്കെ വേണം. അടുത്തതാണ് താത്പര്യം, ഇന്റൻഷൻ ഓഫ് ദി സ്പീക്കർ. എനിക്കിപ്പോ നിങ്ങളോട് സംസാരിക്കുമ്പോൾ എന്റെ ആഗ്രഹം, എന്റെ പിള്ളേരെന്ന് ഞാൻ പറയാറുള്ളത്, നിങ്ങൾക്കൊക്കെ JRF അല്ലെങ്കിൽ നെറ്റിലേക്ക് എത്തിച്ചേരാൻ സാധിക്കണം എന്നുള്ളത്. അപ്പോ knowledge of the speaker's intention become particularly necessary in the case of an equivocal expression and can be determined with the help of various factors which determine the meaning of the words. വാക്കുകളുടെ അർത്ഥം ഒന്നാണെങ്കിൽ പോലും പറയുന്ന ആളുടെ ഉദ്ദേശം അനുസരിച്ച് ആ വാക്യത്തിന്റെ അർത്ഥം വ്യത്യാസപ്പെട്ടിരിക്കും. സത്യമല്ലേ? ചിലർ സ്നേഹത്തോട് നമ്മളെ വഴക്ക് പറഞ്ഞാലും നമുക്ക് ചിലപ്പോൾ സന്തോഷം തോന്നും. എന്നാൽ ദുരുദ്ദേശത്തോട് നമ്മളെ തളർത്തണം എന്നുള്ള രീതിയിൽ വഴക്ക് പറഞ്ഞാൽ ആ വാക്കുകളുടെ അർത്ഥം പെർസീവ് ചെയ്യുന്നത് വേറെ രീതിയിലായിരിക്കും. അതാണ് ഇന്റൻഷൻ ഓഫ് ദി സ്പീക്കറും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതെന്ന് ഓർക്കുക. നമുക്ക് അടുത്ത ചോദ്യങ്ങൾ നെക്സ്റ്റ് സെഷനിൽ കണ്ടിന്യൂ ചെയ്യാം. ഹെൽപ്ഫുൾ ആയെന്ന് കരുതുന്നു. പഠനം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുക. ഓൾ ദി ബെസ്റ്റ്.